കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ആലപ്പുഴ തോട്ടപ്പള്ളി മത്സ്യബന്ധന തുറമുഖം വെറും കാഴ്ച വസ്തുവായി. മേഖലയിലെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടേണ്ട തുറമുഖത്തിനാണ് ഈ ദുരവസ്ഥ. പൊഴിമുഖം മണലടിഞ്ഞ് കയറിയതിനാൽ വലിയ വള്ളങ്ങൾക്ക് തുറമുഖത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം പുറക്കാട് പുന്തല ഭാഗങ്ങളിൽ കടൽ ഉൾവലിഞ്ഞപ്പോൾ വള്ളങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ തൊഴിലാളികൾ ഏറെ പണിപ്പെട്ടു. 15 കോടിയോളം രൂപ ചെലവിട്ട് നിർമ്മിച്ച തോട്ടപ്പള്ളി മത്സ്യബന്ധന തുറമുഖം ഈ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ വലിയ പ്രതീക്ഷയായിരുന്നു. 1987 ഫിഷ് ലാൻഡിംഗ് സെന്ററായി തുടങ്ങി 91 നിർമ്മാണം പൂർത്തിയാക്കിയ പദ്ധതി 2011 ഫിഷിംഗ് ഹാർബറായി മാറ്റിയത്. ഹാർബർ പ്രവർത്തനം തുടങ്ങി 3 വർഷം പിന്നിട്ടപ്പോൾ തന്നെ പ്രവർത്തനരഹിതമായി. പൊഴിമുഖത്ത് മണലടിഞ്ഞു കയറിയതോടെ തുറമുഖത്ത് മണൽ വന്ന് നിറയുകയായിരുന്നു. ഇതോടെ വലിയ വള്ളങ്ങൾക്ക് തുറമുഖത്തേക്ക് കടക്കാൻ കഴിയാതായി. മദ്രാസ് IIT പഠന റിപ്പോർട്ട് പ്രകാരം നിർമ്മിച്ച ഹാർബറിനാണ് ഈ ദുരവസ്ഥ. തോട്ടപ്പള്ളി ഹാർബറിലെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ മണൽ കയറി ഏതാണ്ട് വലിയ വള്ളങ്ങൾക്ക്, ലൈലൻഡ് വള്ളങ്ങൾക്കുള്ള വള്ളങ്ങൾക്ക് കയറാൻ കഴിയാത്തൊരവസ്ഥയാണ്. 100-200 ബോട്ടുകൾ അകത്ത് കയറി ആങ്കറി ചെയ്തിരുന്ന ഒരു ഹാർബറായി ഇപ്പോൾ ആർക്കും കയറുവാനായിട്ട് കഴിയാത്ത ഒരു സ്ഥിതിയാണ്. പൊഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാൻ തുടക്കത്തിൽ IREക്ക് അനുമതി നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പിന്നീട് വിവാദമായ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം ആരംഭിച്ചത്. മണലെടുത്ത് IREയും സ്വകാര്യ കമ്പനിയിൽ ലാഭമുണ്ടാക്കിയപ്പോൾ ഹാർബർ മണലൂറ്റ് കേന്ദ്രമായി മാത്രം മാറി. മണ്ണ് എത്ര എടുത്താലും ശരി വന്നുകൊണ്ടിരിക്കുക. ഇവിടെ മണ്ണെടുത്തിട്ട് കാര്യമില്ല. ഈ മണ്ണെടുത്ത് IREക്കാരും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും കാശുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മണ്ണെടുപ്പിക്കുന്നത്. പിന്നെയെന്ന് പറയുന്നത് മാത്തേരി ജംഗ്ഷൻ്റെ അപ്പുറത്ത് ഒരു മുട്ടിട്ട് ഇറങ്ങി വന്നാൽ ഈ ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ പറ്റും. ഹാർബറിന് വടക്കുള്ള പുലിമുട്ടിന്റെ നിർമ്മാണം പൂർത്തിയാകാതെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. റിപ്പോർട്ടർ, ആലപ്പുഴ.